രാത്രിയുടെ നിശബ്ദതയിൽ ലോകം മുഴുവൻ ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നിങ്ങൾ മാത്രം കണ്ണു തുറന്ന് കിടക്കുകയാണോ? ഫാനിലെ കറങ്ങുന്ന ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ? ശരീരം തളർന്ന് കിടക്കയിലേക്ക് വീഴുമ്പോഴും മനസ്സുമാത്രം ഒരു മാരത്തൺ ഓട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തിന് ഞാനത് പറഞ്ഞു? നാളെ എന്ത് സംഭവിക്കും? അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? എന്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിപ്പോകുമോ? ഉത്തരമില്ലാത്ത ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഒരു കടന്നൽ കൂട്ടം പോലെ നിങ്ങളെ വരിഞ്ഞുമുറുക്കുന്നു. ഇരുട്ടിലേക്ക് നോക്കിക്കിടക്കുമ്പോൾ ആ വലിയ ശൂന്യതയേക്കാൾ ഭയപ്പെടുത്തുന്നത് സ്വന്തം തലച്ചോറിനുള്ളിലെ നിർത്താതെയുള്ള ഈ ശബ്ദകോലാഹലങ്ങളാണ്. പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ നിമിഷം ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിനാളുകൾ സ്വന്തം ചിന്തകളുടെ തടവറയിൽ പെട്ടുപോയവരായി ഈ ഭൂമിയിലുണ്ട്. ചിന്തകൾ മനുഷ്യനു ലഭിച്ച ഏറ്റവും വലിയ വരമാണ്. നമ്മളെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ചിന്തിക്കാനുള്ള ആ കഴിവാണ്. എന്നാൽ അമൃതും വിഷമാകാമെന്ന് പറയുന്നതുപോലെ നിയന്ത്രണമില്ലാത്ത ചിന്തകൾ നമ്മളെ കാർന്നു തിന്നുന്ന ഒരു മാരക രോഗമായി മാറുന്നു. അമിത ചിന്ത അഥവാ ഓവർ തിങ്കിങ് എന്നത് വെറുമൊരു സ്വഭാവമല്ല, അതൊരു ചക്രവ്യൂഹമാണ്. നമ്മൾ തന്നെ നിർമ്മിച്ച, നമ്മൾ തന്നെ വാതിലുകൾ പൂട്ടിയ, താക്കോൽ എവിടെയോ കളഞ്ഞുകുളിച്ച, ഇരുണ്ടതും ശ്വാസം മുട്ടിക്കുന്നതുമായ ഒരു മാനസിക തടവറ. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളൊരു പഴയ കസേരയിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടും പിന്നോട്ടും വേഗത്തിൽ ആടുന്നു. നിങ്ങൾ അനങ്ങുന്നുണ്ട്, വിയർക്കുന്നുണ്ട്, നിങ്ങളുടെ ഊർജം മുഴുവൻ ചിലവാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും എത്തുന്നുണ്ടോ? ഇല്ല. ഒരടി പോലും മുന്നോട്ടു പോകാതെ ഒരേ സ്ഥലത്തിരുന്ന് കറങ്ങുന്ന ആ കസേര പോലെയാണ് അമിതമായി ചിന്തിക്കുന്നവരുടെ മനസ്സ്. നിങ്ങൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ പരിഹാരത്തിലേക്കെത്തുന്നില്ല. മറിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങളെ സൃഷ്ടിച്ച് അതിൽ ഭയന്ന് വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് ഒരത്ഭുതകരമായ യന്ത്രമാണ്. പക്ഷേ ആ യന്ത്രത്തിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് അത് അപകടകാരിയാകുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്കിത് പരിശോധിക്കാം. ഇന്ന് ഓഫീസിൽ വെച്ചോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിൽ വെച്ചോ നടന്ന ഒരു ചെറിയ സംഭവം. ആരെങ്കിലും നിങ്ങളോടൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചു എന്നിരിക്കട്ടെ. സാധാരണഗതിയിൽ അവർക്കെന്തെങ്കിലും വിഷമം കാണും, അതായിരിക്കും ദേഷ്യപ്പെട്ടത് എന്ന് ചിന്തിച്ച് നമ്മളത് വിടും. എന്നാൽ ഒരു ഓവർ തിങ്കർ അങ്ങനെയല്ല. ആ നിമിഷം മുതൽ അയാളുടെ മനസ്സിൽ ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങുകയായിരിക്കും. അവർ എന്തിനാണ് എന്നോടങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവർക്കെന്നോട് വെറുപ്പാണോ? ഈ ദേഷ്യം കാരണം എന്റെ ബന്ധം തകരുമോ? ജോലി പോകുമോ? ജോലി പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും? നോക്കൂ, ഒരു ചെറിയ വാക്കിൽ തുടങ്ങി ജീവിതം അവസാനിക്കുന്നിടത്തുവരെ ആ ചിന്ത എത്തി നിൽക്കുന്നു. യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത, ഭാവനയിൽ വിരിയിച്ചെടുക്കുന്ന ദുരന്ത കഥകൾ. ഇത് കേൾക്കുമ്പോൾ ശരിയാണ്, ഇത് ഞാൻ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അനുഭവിക്കുന്നത് വെറും മാനസികമായൊരു ഭാരമല്ല, അത് നിങ്ങളുടെ ശരീരത്തെയും ബാധിക്കുന്നുണ്ട്. നെഞ്ചിലെപ്പോഴും ഒരു കല്ലെടുത്തു വെച്ചതുപോലെയുള്ള ഭാരം, വയറ്റിലൊരാന്തൽ, എന്തിനോടൊക്കെയോ ഉള്ള പേടി. സന്തോഷിക്കേണ്ട നിമിഷങ്ങളിൽ പോലും വരാനിരിക്കുന്ന ദുരന്തത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നു. ഒരു കല്യാണ വീട്ടിലോ ആഘോഷത്തിലോ നിൽക്കുമ്പോഴും നിങ്ങളുടെ മനസ്സവിടെയല്ല. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്റെ വസ്ത്രം ശരിയല്ലേ? ഞാൻ ചിരിക്കുന്നത് കൃത്രിമമായിട്ടാണോ? എന്നിങ്ങനെ ചുറ്റുമുള്ള സന്തോഷം ആസ്വദിക്കാൻ കഴിയാതെ സ്വന്തം മനസ്സിന്റെ വിചാരണ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് നിങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഇതിന്റെ അടിസ്ഥാനം പലപ്പോഴും ഭയമാണ്. നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന ഭയം. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ആ അനിശ്ചിതത്വത്തെ നമ്മൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള എല്ലാ ദുരന്തങ്ങളെയും മുൻകൂട്ടി കണ്ട് അതിനെ വിശകലനം ചെയ്ത് സുരക്ഷിതരാകാൻ മനസ്സ് നടത്തുന്ന വിഫല ശ്രമമാണ് ഈ അമിതചിന്ത. നമ്മൾ വിശ്വസിക്കുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ എനിക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ്. പക്ഷേ സത്യം അതല്ല. ചെളിയിൽ പുതഞ്ഞ ഒരു കാർ ആക്സിലറേറ്റർ കൊടുക്കുന്തോറും കൂടുതൽ താഴേക്കു പോകുന്നതുപോലെ ചിന്തിക്കുന്തോറും നമ്മൾ കൂടുതൽ വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും ആഴ്ന്നു പോവുകയാണ്. ഈ ശീലം നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്നതെന്താണെന്നോ? ഇന്ന് എന്ന ഈ നിമിഷത്തെയാണ്. അമിതമായി ചിന്തിക്കുന്നവർ ഒരിക്കലും വർത്തമാനകാലത്ത് ജീവിക്കുന്നില്ല. അവർ രണ്ട് സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞുപോയ ഇന്നലകളുടെ ശവപ്പറമ്പിൽ.
അവിടെ അവർ പഴയ തെറ്റുകളെ ഓർത്ത് വിലപിക്കുന്നു. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, എന്തിന് ഞാൻ ആ അവസരം കളഞ്ഞു? അവരോട് ആ വാക്ക് പറയേണ്ടിയിരുന്നില്ല. തിരുത്താൻ കഴിയാത്ത മരിച്ചുപോയ ഇന്നലകളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് സമയം കളയുന്നു. 2. അവർ ജീവിക്കുന്നത് വരാനിരിക്കുന്ന നാളെയുടെ പേടി സ്വപ്നങ്ങളിലാണ്. നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വേവലാതിപ്പെടുന്നു. ഇതിനിടയിൽ കൺമുന്നിലുള്ള സുന്ദരമായ ഇന്ന് കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നുപോകുന്ന മണൽത്തരികൾ പോലെ നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ കുഞ്ഞ് ചിരിക്കുന്നത്, മഴ പെയ്യുന്നത്, നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത്, പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത് ഒന്നും പൂർണ്ണമായി ആസ്വദിക്കാൻ ഈ ചിന്തകൾ നിങ്ങളെ അനുവദിക്കുന്നില്ല. കാരണം ശരീരം ഇവിടെയാണെങ്കിലും മനസ്സ് മറ്റെവിടെയോ അലയുകയാണ്. ബന്ധങ്ങളുടെ കാര്യമെടുത്താൽ അമിത ചിന്ത ഒരു നിശബ്ദ കൊലയാളിയാണ്. സ്നേഹമുള്ള 2 മനുഷ്യർക്കിടയിൽ സംശയത്തിന്റെ വിത്തുകൾ പാകുന്നത് പലപ്പോഴും ഈ ശീലമാണ്. നിങ്ങളുടെ പങ്കാളി ഫോൺ എടുക്കാൻ അല്പം വൈകിയാൽ, മെസ്സേജിന് മറുപടി തരാൻ വൈകിയാൽ, മനസ്സുടനെ കഥകൾ മെനയാൻ തുടങ്ങും. അവർക്കെന്നോട് താൽപ്പര്യമില്ലേ? അവർ എന്നെ ഒഴിവാക്കുകയാണോ? വേറെ ആരെങ്കിലുമായി ബന്ധമുണ്ടോ? ഒരുപക്ഷെ അവർ തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതാകാം. പക്ഷെ നിങ്ങളുടെ ചിന്തകൾ ആ ബന്ധത്തിൽ വിള്ളലുകളുണ്ടാക്കുന്നു. ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാതെ, പറയാത്ത അർത്ഥങ്ങൾ വാക്കുകളിൽ തിരഞ്ഞ്, ഒടുവിൽ ആ ബന്ധം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് അതെത്തുന്നു. എത്രയോ മനോഹരമായ പ്രണയങ്ങളും സൗഹൃദങ്ങളും ഈ ഒരു ഓവർ തിങ്കിങ് കാരണം തകർന്നുപോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന ചിന്തയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ധരിക്കുന്നത് ലോകം മുഴുവൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണെന്നാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചലനവും, പറയുന്ന ഓരോ വാക്കും അവർ വിശകലനം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കരുതുന്നു. സത്യമെന്താണെന്നോ? എല്ലാവരും അവരവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ചിന്തകളുമായി തിരക്കിലാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്കെവിടെയാണ് സമയം? പക്ഷെ ഈ സത്യം മനസ്സിലാക്കാതെ അവർ എന്ത് കരുതും എന്ന ഭാരവും ചുമന്നാണ് നമ്മൾ ഓരോ ദിവസവും നടക്കുന്നത്. ഇതൊരു മാനസികമാവസ്ഥ മാത്രമല്ല, ഇതൊരു ലഹരി പോലെയാണ്. വിഷമിക്കാനും ടെൻഷൻ അടിക്കാനും ഒരു പ്രത്യേക സുഖം കണ്ടെത്തുന്ന അവസ്ഥ. സന്തോഷമായി ഇരിക്കുമ്പോൾ പോലും ഇത്രയും സന്തോഷം വേണ്ട, എന്തെങ്കിലും മോശമായി സംഭവിക്കാൻ പോകുകയാണ് എന്ന് മനസ്സ് പറയും. സമാധാനത്തെ നമ്മൾ ഭയപ്പെടുന്നു. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം മനസ്സിലിട്ടുരുട്ടിക്കൊണ്ടിരുന്നാലേ സമാധാനം ലഭിക്കൂ എന്ന അവസ്ഥ. ഇത് നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്നു, വിശപ്പിനെ ഇല്ലാതാക്കുന്നു, മുഖത്തെ തെളിച്ചം കളയുന്നു. കണ്ണാടിയിൽ നോക്കിയാൽ കാണാം ചിന്തകൾ തന്ന ക്ഷീണം നിങ്ങളുടെ കണ്ണുകളിൽ. പ്രായത്തേക്കാൾ മുതിർന്ന ഒരു വാർദ്ധക്യം നിങ്ങളുടെ മുഖത്ത് നിഴലിക്കുന്നു. സുഹൃത്തേ, ഈ ഭാരവും ചുമന്ന് എത്ര ദൂരം നിങ്ങൾ നടക്കും? ഈ യാത്രയിൽ നിങ്ങൾ തളർന്നുപോകില്ലേ? ചിന്തകൾ ഒരു നദി പോലെയാണ്. അത് ഒഴുകിക്കൊണ്ടിരിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളം ചീത്തയാകുന്നതുപോലെ ഒഴുകിപ്പോകാതെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിന്തകൾ വിഷമായി മാറുന്നു. നമ്മൾ പലപ്പോഴും ചിന്തകളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പിടിച്ചുവെക്കാൻ ശ്രമിക്കുന്നു. അതാണ് പ്രശ്നം. വരുന്ന ചിന്തകളെ വരാനും പോകാനുള്ളതിനെ പോകാനും അനുവദിക്കാത്തതാണ് നമ്മുടെ ദുരിതം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നലെ നിങ്ങൾ അനുഭവിച്ച ആ വലിയ ടെൻഷൻ, അത് ഇന്ന് എത്രത്തോളം പ്രസക്തമാണ്? 1 വർഷം മുൻപ് നിങ്ങളെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിട്ട ആ പ്രശ്നം ഇന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മിക്കവാറുമില്ല. അന്നത് ലോകാവസാനം പോലെ തോന്നിയിരുന്നു. പക്ഷേ സമയം അതിനെ മായ്ച്ചു കളഞ്ഞു. അതുപോലെയാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആധിയും. ഇതും കടന്നുപോകും. പക്ഷെ അത് കടന്നുപോകുന്നതുവരെ സ്വയം എരിഞ്ഞു തീരാതെ പിടിച്ചു നിൽക്കുക എന്നതാണ് പ്രധാനം. നമ്മുടെ മനസ്സ് ചിലപ്പോൾ ഒരു കള്ളനെ പോലെയാണ്. നമ്മുടെ സമാധാനം മോഷ്ടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന കള്ളൻ. വെറുതെയിരിക്കുന്ന സമയങ്ങളിലാണ് അവൻ പണി തുടങ്ങുന്നത്. അതുകൊണ്ടാണ് രാത്രികളിൽ അല്ലെങ്കിൽ തനിച്ചിരിക്കുമ്പോൾ ഈ ചിന്തകൾ കൂടുതൽ ശക്തമാകുന്നത്. പകൽ സമയത്തെ തിരക്കുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ആവലാതികൾ ഇരുട്ട് പരക്കുമ്പോൾ പുറത്തുവരുന്നു. തലച്ചോറ് ഒരു ലൂപ്പിൽ പെട്ടതുപോലെ ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. എന്തുകൊണ്ട്? എങ്ങനെ? എപ്പോൾ? ഈ ചോദ്യങ്ങൾ ഒരു ചുഴി പോലെ നിങ്ങളെ താഴേക്ക് വലിക്കുന്നു. ആഴങ്ങളിലേക്ക് പോകുന്തോറും ശ്വാസം കിട്ടാതെയാകുന്നു. കരയിലേക്ക് നീന്തിക്കയറാൻ ശ്രമിക്കുന്തോറും ചിന്തകളുടെ തിരമാലകൾ നിങ്ങളെ വീണ്ടും വീണ്ടും അടിച്ചു താഴ്ത്തുന്നു. ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം സാധ്യമാണോ? ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ കഴിയുമോ? തീർച്ചയായും സാധിക്കും. പക്ഷേ അതിനാദ്യം വേണ്ടത് ഇതൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിയുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് കരുതി അതിനെ ന്യായീകരിക്കാതെ, എന്റെ ഈ ചിന്താരീതി എന്നെ നശിപ്പിക്കുന്നു എന്ന് സ്വയം സമ്മതിക്കുകയാണ് ആദ്യത്തെ പടി.
അമിതചിന്ത എന്ന ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴികളെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഒരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അതിനെ എങ്ങനെ നേരിടണം എന്നുകൂടി നമ്മൾ പഠിക്കണം. ഇതിനായി പ്രശസ്തമായൊരു കഥയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എങ്കിലും ഇതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഒരു മനഃശാസ്ത്ര ക്ലാസ്സിൽ പ്രൊഫസർ കയ്യിലൊരു ഗ്ലാസ് വെള്ളവുമായി കുട്ടികളുടെ മുന്നിലേക്ക് വന്നു. എല്ലാവരും വിചാരിച്ചു, ഇത് പകുതിയാണോ അതോ നിറയെയാണോ എന്ന ചോദ്യമായിരിക്കും അദ്ദേഹം ചോദിക്കുക എന്ന്. എന്നാൽ അദ്ദേഹം ചോദിച്ചത് മറ്റൊന്നായിരുന്നു. ഈ ഗ്ലാസ് വെള്ളത്തിന് എത്ര ഭാരമുണ്ടാകും? പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. 50 ഗ്രാം, 100 ഗ്രാം, 200 ഗ്രാം. പ്രൊഫസർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിന്റെ യഥാർത്ഥ ഭാരത്തിലല്ല കാര്യം. ഞാനിത് എത്ര സമയം പിടിച്ചു നിൽക്കുന്നു എന്നതിലാണ് കാര്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ. 1 മിനിറ്റ് നേരത്തേക്ക് ഈ ഗ്ലാസ് പിടിച്ചു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഭാരം എനിക്ക് അനുഭവപ്പെടുകയേയില്ല. എന്നാൽ 1 മണിക്കൂർ ഞാനിത് ഒരേ നിൽപ്പ് പിടിച്ചു നിന്നാലോ എന്റെ കൈ കഴയ്ക്കാൻ തുടങ്ങും, വേദന വരും. ഇനി 1 ദിവസം മുഴുവൻ ഞാൻ ഈ ഗ്ലാസ് താഴെ വയ്ക്കാതെ പിടിച്ചു നിന്നാലോ എന്റെ കൈ മരവിച്ചു പോകും, പേശികൾ തളരും. ഒടുവിൽ വേദന സഹിക്കാൻ വയ്യാതെ ഗ്ലാസ് താഴെ വീണുപോകും. ഗ്ലാസിലെ വെള്ളത്തിന്റെ അളവ് മാറിയിട്ടില്ല, ഭാരം ഒന്നു തന്നെയാണ്. പക്ഷേ പിടിച്ചു നിൽക്കുന്ന സമയം കൂടുന്തോറും ഭാരം കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങളുടെ അമിതചിന്തകളും ഈ ഗ്ലാസ് വെള്ളം പോലെയാണ്. ഒരു പ്രശ്നത്തെക്കുറിച്ച് കുറച്ചു സമയം ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്, അതാവശ്യവുമാണ്. എന്നാൽ ആ ചിന്തയെ ദിവസം മുഴുവൻ അല്ലെങ്കിൽ ആഴ്ചകളോളം മനസ്സിൽ ഇങ്ങനെ പിടിച്ചുവച്ചുകൊണ്ടേയിരുന്നാൽ എന്ത് സംഭവിക്കും? അത് നിങ്ങളുടെ മനസ്സിനെ തളർത്തും, നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ചോർത്തിക്കളയും. ഒടുവിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം നിങ്ങളെ മരവിപ്പിച്ചു കളയും. അതുകൊണ്ട് ആ ഗ്ലാസ് താഴെ വയ്ക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. എങ്ങനെ താഴെ വയ്ക്കും എന്നാകും നിങ്ങൾ ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. നിയന്ത്രിക്കാൻ കഴിയുന്നതും കഴിയാത്തതും തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ രണ്ടായി തിരിക്കാം. 1. നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ. 2. നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത കാര്യങ്ങൾ. നിർഭാഗ്യവശാൽ അമിതമായി ചിന്തിക്കുന്നവർ 90% സമയവും ചിലവഴിക്കുന്നത് രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെട്ട കാര്യങ്ങളെ ഓർത്താണ്. ഇന്നലെ പെയ്ത മഴയെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം അത് പെയ്തു കഴിഞ്ഞു. മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് എന്തു വിചാരിക്കുന്നു എന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ? അല്ല, അത് അവരുടെ മനസ്സിന്റെ കാര്യമാണ്. നാളെ വിപണിയിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ മക്കൾ വലുതാകുമ്പോൾ എങ്ങനെയുള്ളവരാകും, ഇതൊന്നും പൂർണ്ണമായും നമ്മുടെ കയ്യിലല്ല. നമ്മുടെ കയ്യിലുള്ളത് ഒരേ ഒരു കാര്യമാണ്: നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഇന്നത്തെ ദിവസം. ബാക്കിയെല്ലാം പ്രപഞ്ചത്തിന്റെ ഗതിയാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്നത് കാറ്റിനെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്നതുപോലെ വിഡ്ഢിത്തമാണ്. അത് നിങ്ങളെ ക്ഷീണിപ്പിക്കുകയല്ലാതെ ഒരു ഫലവും തരില്ല. അതുകൊണ്ട് ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ സ്വയം ചോദിക്കുക, ഇതിലെനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ ചിന്തിക്കുന്നത് നിർത്തി പ്രവർത്തിക്കുക. ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ആ ചിന്തയെ വെറുതെ വിട്ടേക്കുക, അതൊഴുകിപ്പോകട്ടെ. ഇവിടെയാണ് പ്രവൃത്തി അഥവാ ആക്ഷൻ എന്ന മരുന്നിന്റെ പ്രസക്തി. അമിതചിന്തയുടെ ഏറ്റവും വലിയ ശത്രുവാണ് പ്രവൃത്തി. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണ് മനസ്സ് കാടുകയറുന്നത്. ശരീരം അനങ്ങുമ്പോൾ മനസ്സിന്റെ വേഗത കുറയുന്നു. ഒരു മുറി വൃത്തികേടായി കിടക്കുന്നു എന്ന് കരുതുക. അത് നോക്കി നിന്ന്, അയ്യോ ഇതെത്ര വൃത്തികേടാണ്, ഇതെന്ന് വൃത്തിയാക്കി തീരും, എനിക്ക് വയ്യ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ ആ മുറി വൃത്തിയാകുമോ? ഇല്ല. നിങ്ങളുടെ ടെൻഷൻ കൂടും. പകരം ഒന്നും ചിന്തിക്കാതെ ഒരു ചൂലെടുത്ത് തൂക്കാൻ തുടങ്ങിയാലോ 10 മിനിറ്റ് കൊണ്ട് പണി തീരും. മനസ്സിന് സമാധാനവും കിട്ടും. ജീവിതത്തിലെ ഏതു പ്രശ്നവും ഇതുപോലെയാണ്. പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ച് തല പുകയ്ക്കുന്ന സമയത്തിന്റെ 10-1 സമയം മതി അത് പരിഹരിക്കാൻ, എന്തെങ്കിലുമൊന്ന് ചെയ്യാൻ. ചിന്തകൾ നിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ എഴുന്നേറ്റ് നടക്കുക, എന്തെങ്കിലും എഴുതുക, വീട് വൃത്തിയാക്കുക, ചെടി നനയ്ക്കുക, എന്തെങ്കിലുമൊന്ന് ചെയ്യുക. ആ നിമിഷം ചിന്തയുടെ ഗിയർ മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിക്കാറില്ല എന്നതാണ്. ഒരു എന്ത് സംഭവിച്ചാലും എന്ന ചോദ്യമാണ് വില്ലൻ. ജോലി പോയാലോ, അസുഖം വന്നാലോ, പരീക്ഷയിൽ തോറ്റാലോ? ഈ ചോദ്യങ്ങളെ നേരിടാൻ ഒരു സൂത്രപ്പണിയുണ്ട്. ആ ചോദ്യത്തിന്റെ അങ്ങേയറ്റം വരെ ഒന്ന് പോയി നോക്കുക. ഉദാഹരണത്തിന്, ജോലി പോയാൽ എന്ത് സംഭവിക്കും? ശരി, ജോലി പോയി എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്തു ചെയ്യും? മറ്റൊരു ജോലി നോക്കും. കുറച്ചു ദിവസം കഷ്ടപ്പെടും. ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും. പക്ഷേ നിങ്ങൾ മരിച്ചു പോകുമോ? ഇല്ല. ജീവിതം അവസാനിക്കുമോ? ഇല്ല. ഏതൊരു പ്രശ്നത്തിൻ്റെയും ഏറ്റവും മോശം അവസ്ഥ, വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താണെന്ന് സധൈര്യം ചിന്തിച്ചാൽ അതത്ര ഭയങ്കരമല്ലെന്ന് ബോധ്യമാകും.
നമ്മൾ ഭയപ്പെടുന്നത് ഇരുട്ടിനെയാണ്. ലൈറ്റിട്ട് നോക്കിയാൽ അവിടെ ഒന്നുമില്ലെന്ന് കാണാം. ഭയത്തെ നേരിടാനുള്ള വഴി അതിലേക്ക് ടോർച്ചടിച്ചു നോക്കുക എന്നതാണ്. അപ്പോൾ മനസ്സിലാകും നമ്മൾ ഭയന്ന രൂപങ്ങൾ വെറും നിഴലുകൾ മാത്രമായിരുന്നു എന്ന്. പിന്നെ സമയത്തെക്കുറിച്ചുള്ള ഒരു നിയമമുണ്ട്. 5 വർഷ നിയമം എന്ന് പറയാം. ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, ഉറക്കം കെടുത്തുന്ന ഈ പ്രശ്നം 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമോ? 99% കാര്യങ്ങളും 5 വർഷം പോയിട്ട് 5 മാസം കഴിയുമ്പോൾ പോലും പ്രസക്തമായിരിക്കില്ല. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞതിന് നിങ്ങൾ എത്ര കരഞ്ഞിട്ടുണ്ട്? അന്നത് വലിയ പ്രശ്നമായിരുന്നു. ഇന്നതോർക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇന്നത്തെ നിങ്ങളുടെ വലിയ പ്രശ്നങ്ങൾ നാളെ വെറും തമാശകളായി മാറും. 5 വർഷം കഴിഞ്ഞ് പ്രസക്തിയില്ലാത്ത ഒരു കാര്യത്തിനു വേണ്ടി 5 മിനിറ്റിലധികം സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ജീവിതം വളരെ ചെറുതാണ്. അത് ആവലാതിപ്പെട്ട് തീർക്കാനുള്ളതല്ല. നമ്മുടെ മനസ്സ് പലപ്പോഴും ഒരു ഭൂതകണ്ണാടി പോലെയാണ്. ചെറിയ കാര്യങ്ങളെ അത് വലുതാക്കി കാണിക്കുന്നു. സുഹൃത്ത് മെസ്സേജിന് റിപ്ലൈ തരാത്തത്, ഓഫീസിൽ ബോസ് ഒന്ന് നോക്കിയത്, ബസ്സിൽ വെച്ച് ആരെങ്കിലും കളിയാക്കിയത്, ഇതൊക്കെ ഭൂതകണ്ണാടിയിലൂടെ നോക്കുമ്പോൾ വലിയ പർവ്വതങ്ങളായി തോന്നും. പക്ഷെ കണ്ണാടി മാറ്റി നോക്കിയാൽ അവ വെറും ചെറിയ കല്ലുകൾ മാത്രമാണ്. ഈ കല്ലുകളെ തട്ടിമാറ്റി മുന്നോട്ടു പോകണോ അതോ അതിൽ തട്ടി വീണ് അവിടെ തന്നെ കിടക്കണോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. അമിത ചിന്ത ഒഴിവാക്കാൻ മറ്റൊരു വഴിയുണ്ട്. വർത്തമാനകാലത്തിലേക്ക് തിരികെ വരിക. അതിനെ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയാം. വലിയ വാക്കുകൾ ഉപയോഗിക്കാതെ ലളിതമായി പറഞ്ഞാൽ, ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ചായ കുടിക്കുമ്പോൾ ചായയുടെ രുചി മാത്രം അറിയുക. കുളിക്കുമ്പോൾ വെള്ളത്തിന്റെ തണുപ്പ് മാത്രം അറിയുക. നടക്കുമ്പോൾ കാലിനടിയിലെ മണ്ണു മാത്രം അറിയുക. ലളിതമായി തോന്നാം, പക്ഷേ ഇത് ശീലിച്ചാൽ അത്ഭുതകരമായ മാറ്റമുണ്ടാകും. മനസ്സ് വേറെ എവിടെങ്കിലും അലയാൻ പോകുമ്പോൾ അതിനെ സ്നേഹത്തോടെ വിളിച്ച് ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഞാൻ ഇവിടെയാണ്. ഈ നിമിഷം സുരക്ഷിതമാണ്. ഇത് സ്വയം പറയുക. നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൂട്ടുന്നത് എല്ലാം തികഞ്ഞവരാകാൻ വേണ്ടിയാണ്. പെർഫെക്ഷനിസം എന്ന കെണി. എല്ലാം കൃത്യമാകണം, ഒരു തെറ്റും പറ്റാൻ പാടില്ല എന്ന വാശി. സുഹൃത്തെ, ഈ ലോകത്ത് ഒന്നും പൂർണ്ണമല്ല. പൂർണ്ണത എന്നതൊരു മിഥ്യയാണ്. തെറ്റുകൾ പറ്റുന്നത് മനുഷ്യസഹജമാണ്. പരാജയപ്പെടുന്നത് സ്വാഭാവികമാണ്. ഒരു തെറ്റുപറ്റിയാൽ അയ്യോ എന്ന് പറഞ്ഞ് തലയിൽ കൈവയ്ക്കാതെ അതൊരു പാഠമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. അമിതമായി ചിന്തിക്കുന്നവർ സ്വയം വിധികർത്താക്കളാണ്. അവർ സ്വയം ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ കോടതിയൊന്ന് പിരിച്ചുവിടുക. നിങ്ങളോട് തന്നെ അല്പം കരുണ കാണിക്കുക. ഒരു കൊച്ചുകുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ വീഴാറില്ലേ? ആരെങ്കിലും ആ കുട്ടിയെ വഴക്ക് പറയുമോ? ഇല്ല. നമ്മൾ കൈകൊട്ടി ചിരിച്ചു പ്രോത്സാഹിപ്പിക്കും. നിങ്ങളും ആ കുട്ടിയെപ്പോലെയാണ്. ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഴ്ചകളുണ്ടാകും. അതൊന്നും ഓർത്ത് സ്വയം വെറുക്കരുത്. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, തോളിൽ തട്ടാൻ മറ്റാരും വന്നില്ലെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. സാരമില്ല, വിട്ടുകളാ, നമുക്ക് ശരിയാക്കാം എന്ന് കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക. മറ്റൊരു കാര്യം, ചിന്തകളെ എഴുതിവെക്കുകയാണ്. മനസ്സിൽ കിടക്കുമ്പോൾ ചിന്തകൾക്ക് രൂപമില്ല. അതുകൊണ്ടവ ഭീമാകാരമായി തോന്നും. എന്നാൽ അതൊരു പേപ്പറിലേക്ക് എഴുതിയാൽ അതിനൊരു രൂപം കിട്ടും. ഇതാണോ എന്നെ ഇത്രയും പേടിപ്പിച്ചത് എന്ന് തോന്നും. എഴുതി കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് ആ ഭാരം പേപ്പറിലേക്ക് ഇറങ്ങിവെച്ചതുപോലൊരാശ്വാസം ലഭിക്കും. തലച്ചോറിനൊരു വിശ്രമം കൊടുക്കാൻ ഇത് സഹായിക്കും. രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് നാളത്തെ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ടെൻഷനാകാതെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ലിസ്റ്റായി എഴുതിവെക്കുക. അപ്പോൾ തലച്ചോറിന് മനസ്സിലാകും, ഓഹോ, കാര്യങ്ങൾ സുരക്ഷിതമാണ്, ഇനി ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് നല്ല ഉറക്കം സമ്മാനിക്കും. നമ്മുടെ ഈ യാത്രയിൽ അമിത ചിന്തയെ പാടെ ഇല്ലാതാക്കുക എന്നതല്ല ലക്ഷ്യം. അത് സാധ്യമല്ല. ചിന്തകളെ നിയന്ത്രിക്കുക. ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് ഗേറ്റ് പാസ് കൊടുക്കാതിരിക്കുക എന്നതാണ് ലക്ഷ്യം. നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടമാണെന്ന് കരുതുക. അവിടെ പൂക്കളുണ്ടാകും, കളകളുണ്ടാകും. പൂക്കൾക്ക് വെള്ളമൊഴിക്കുക, കളകളെ പറിച്ചു കളയുക. അമിത ചിന്തകൾ ആ കളകളാണ്. അവ വളരാൻ അനുവദിച്ചാൽ പൂന്തോട്ടം മുഴുവൻ അത് കൈയടക്കും. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ പുതിയൊരവസരമായി കാണുക, ഇന്നലത്തെ ബാക്കി പത്രമായിട്ടല്ല. ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒഴുക്കിനു വിടുക എന്നതാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. നിങ്ങളുടെ കൈവശം ഭാരമുള്ളൊരു ബാഗുണ്ട്. ആ ബാഗ് നിങ്ങൾ തലയിലെടുത്തു വെച്ചുകൊണ്ട് യാത്ര ചെയ്താലും
സീറ്റിന്റെ അടിയിൽ വെച്ച് യാത്ര ചെയ്താലും തീവണ്ടി നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. പക്ഷേ ബാഗ് തലയിൽ വെച്ച് യാത്ര ചെയ്യുന്നയാൾ യാത്രയിലുടനീളം വേദന അനുഭവിക്കുന്നു. സീറ്റിൽ വയ്ക്കുന്നയാൾ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യുന്നു. ജീവിതമെന്ന തീവണ്ടി മുന്നോട്ടു തന്നെ പോകും. ചിന്തകളുടെ ഭാരം മുഴുവൻ തലയിൽ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യണോ, അതോ അത് പ്രപഞ്ചത്തിന്റെ ഒഴുക്കിന് വിട്ടുകൊടുത്ത് കിട്ടിയ ജീവിതം ആസ്വദിക്കണോ? തീരുമാനം നിങ്ങളുടേതാണ്. നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുമില്ല. ആ അനിശ്ചിതത്വത്തെ സ്നേഹിക്കാൻ പഠിക്കുക. ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് ജീവിതത്തെ ത്രില്ലിംഗ് ആക്കുന്നത്. എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു സിനിമ കാണുന്നതുപോലെ വിരസമായേനെ ജീവിതം. നാളെ എന്തു നടക്കും എന്ന് നമുക്ക് കൃത്യമായി അറിയുമായിരുന്നെങ്കിൽ. അതുകൊണ്ട് വരാനിരിക്കുന്നതിനെ ഭയക്കാതെ അതിനെ കൗതുകത്തോടെ നോക്കിക്കാണുക. എന്തു വന്നാലും നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന വിശ്വാസം മാത്രം മതി ഏതു കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ. ഇന്നത്തെ കാലത്ത് അമിത ചിന്തയ്ക്കും മറ്റൊരു വലിയ കാരണം കൂടിയുണ്ട്: താരതമ്യം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റുള്ളവരുടെ തിളക്കമുള്ള ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും യാത്രകളാണ്, എല്ലാവർക്കും വലിയ നേട്ടങ്ങളാണ്. ഇതു കാണുമ്പോൾ മനസ്സ് വെറുതെ കാടുകയറും. എനിക്കു മാത്രം എന്താ ഇങ്ങനെ? ഞാൻ പുറകിലായിപ്പോയോ? സുഹൃത്തേ, നിങ്ങൾ കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ ഹൈലൈറ്റുകൾ മാത്രമാണ്. ആരും തങ്ങളുടെ കണ്ണീരും പരാജയങ്ങളും ഉറക്കമില്ലാത്ത രാത്രികളും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാറില്ല. മറ്റുള്ളവരുടെ സിനിമയുമായി നിങ്ങളുടെ ബിഹൈൻഡ് ദ സീൻസ് താരതമ്യം ചെയ്യരുത്. ഓരോ പൂവിനും വിരിയാൻ അതിൻ്റേതായ സമയമുണ്ട്. റോസാപ്പൂവ് നേരത്തെ വിരിഞ്ഞുവെന്ന് കരുതി ചെമ്പരത്തി വിഷമിക്കാറില്ല. രണ്ടിനും അതിൻ്റേതായ ഭംഗിയുണ്ട്, അതിൻ്റേതായ സമയമുണ്ട്. നിങ്ങളുടെ സമയം വരും. അതുവരെ ക്ഷമയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ യാത്ര മറ്റൊരാളുടെ യാത്രയിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ വ്യത്യാസമാണ് നിങ്ങളുടെ ഭംഗി. നമ്മുടെ മനസ്സ് ആകാശത്തെപ്പോലെയാണ്. ചിന്തകളെന്നത് ആകാശത്ത് വന്നുപോകുന്ന മേഘങ്ങൾ മാത്രമാണ്. ചിലപ്പോൾ കറുത്ത മേഘങ്ങൾ വരും, ഇടിമുഴക്കമുണ്ടാകും, മഴ പെയ്യും. ആ സമയത്ത് ആകാശം ഇരുണ്ടതായി തോന്നും. പക്ഷേ ആ മേഘങ്ങൾക്കും മുകളിൽ ആകാശം എപ്പോഴും നീല നിറത്തിൽ ശാന്തമായി നിൽപ്പുണ്ട്. മേഘങ്ങൾ സ്ഥിരമല്ല, അവ മാറിപ്പോകും. പക്ഷേ ആകാശം അവിടെ തന്നെയുണ്ടാകും. ഇതുപോലെയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം. ചിന്തകൾ വരും, പോകും. ഭയപ്പെടുത്തുന്ന ചിന്തകളുണ്ടാകാം, സങ്കടപ്പെടുത്തുന്നവയുണ്ടാകാം. പക്ഷെ അവയൊന്നും നിങ്ങളല്ല. നിങ്ങൾ ആ ചിന്തകൾക്കും മുകളിൽ നിൽക്കുന്ന സാക്ഷിയായ ആകാശമാണ്. മേഘങ്ങളെ നോക്കി നീ എന്തിനാണ് വന്നത് എന്ന് ആകാശം ചോദിക്കാറില്ല. അത് വെറുതെ നോക്കി നിൽക്കുന്നു. അതുപോലെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ തടയാതെ അവയെ വെറുതെ നിരീക്ഷിക്കാൻ പഠിക്കുക. ഓ, എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട്, എനിക്കിപ്പോൾ പേടി തോന്നുന്നുണ്ട് എന്ന് അകന്നുനിന്ന് കാണുക. ആ നിമിഷം ആ ചിന്തയ്ക്ക് നിങ്ങളുടെ മേലുള്ള പിടി അഴഞ്ഞുപോകുന്നത് കാണാം. നിങ്ങൾ ചിന്തകളുടെ അടിമയല്ല, യജമാനനാണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണത്. ഓർക്കുക, അമിതചിന്ത ഒരു ദിവസം കൊണ്ടില്ലാതാകുന്ന ഒന്നല്ല. അതൊരു ശീലമാണ്. വർഷങ്ങളായി നിങ്ങൾ ശീലിച്ചെടുത്ത ഒരു പാറ്റേൺ. അതിനെ മാറ്റാൻ സമയമെടുക്കും. ചില ദിവസങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. വീണ്ടും പഴയതുപോലെ ചിന്തകളുടെ ഇരുട്ടിൽ വീണുപോകേക്കാം. സാരമില്ല, വീണ്ടും എഴുന്നേൽക്കുക. സ്വയം ശപിക്കാതെ ഇതൊരു യാത്രയുടെ ഭാഗമാണ് എന്ന് കരുതി വീണ്ടും ശ്രമിക്കുക. ഓരോ ചെറിയ ചുവടുവെപ്പും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇന്ന് നിങ്ങൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മനസ്സിനെ ശാന്തമാക്കി വച്ചുവെങ്കിൽ അതൊരു വലിയ വിജയമാണ്. ആ വിജയത്തെ ആഘോഷിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നെപ്പോഴും ഓർക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനികളും ഏറ്റവും വലിയ വിജയികളും പോലും എപ്പോഴെങ്കിലുമൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നുപോയവരാണ്. അവരൊക്കെ ഇതിനെ അതിജീവിച്ചെങ്കിൽ നിങ്ങൾക്കും കഴിയും. നിങ്ങളുടെ ഉള്ളിൽ അതിരുകളില്ലാത്ത ശക്തിയുണ്ട്. ആ ശക്തിയെ ചിന്തകളുടെ ചങ്ങലയിൽ തളിച്ചിടരുത്. ജീവിതം ഒരത്ഭുതമാണ്. ഓരോ ശ്വാസവും ഒരു സമ്മാനമാണ്. നാളെ എന്നത് ഒരു വാഗ്ദാനം മാത്രമാണ്. ഇന്നെന്നത് മാത്രമാണ് സത്യം. നിങ്ങളുടെ കൺമുന്നിലുള്ള പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്ക് നോക്കൂ. ജനലിലൂടെ പുറത്തേക്ക് നോക്കൂ. കാറ്റിലാടുന്ന മരങ്ങളെ കാണൂ. ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ്. ഈ സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങൾക്ക് ലഭിച്ച സമയം വളരെ കുറച്ചേയുള്ളൂ. അത് വേവലാതിപ്പെട്ട് തീർക്കാനുള്ളതല്ല. ഓരോ നിമിഷവും ജീവിക്കുക. അമിതമായി ചിന്തിച്ച്
ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി സ്വയം വേദനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾ സമാധാനം അർഹിക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷം അർഹിക്കുന്നുണ്ട്. അത് മറ്റാരെങ്കിലും നിങ്ങൾക്ക് തരുന്നതല്ല. നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കൂ. ഇനി മുതൽ ഞാൻ എൻ്റെ മനസ്സിൻ്റെ കാവൽക്കാരനാകും. എന്നെ തളർത്തുന്ന ചിന്തകളെ ഞാൻ വളരാൻ അനുവദിക്കില്ല. ഞാൻ സന്തോഷമായിരിക്കാൻ തീരുമാനിക്കുന്നു. ഈ യാത്രയിൽ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെവിടെയോ ഒരു ചെറിയ വെളിച്ചം കൊളുത്തിയിട്ടുണ്ടെങ്കിൽ അത് കെട്ടുപോകാതെ കാത്തുസൂക്ഷിക്കുക. അമിത ചിന്തയുടെ ഇരുട്ടുമാഞ്ഞ് തെളിഞ്ഞ ചിന്തകളുടെ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. സമാധാനത്തോടെ ഉറങ്ങാനും ഊർജത്തോടെ ഉണരാനും പുഞ്ചിരിയോടെ ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ മനോഹരമാണ് നിങ്ങളുടെ ജീവിതം. അത് കാണാനുള്ള കണ്ണുകൾ തുറക്കുക എന്നു മാത്രം. മനസ്സ് ശാന്തമാകുമ്പോൾ ജീവിതം സുന്ദരമാകുന്നു. ഈ സംസാരിച്ച കാര്യങ്ങൾ ഒരു സുഹൃത്തെന്ന നിലയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിൽ, ആ വിവരം അറിയിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനിയും ഇതുപോലുള്ള മനസ്സിന് കരുത്തും സമാധാനവും നൽകുന്ന വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമ്മുടെ ഈ ചെറിയ കുടുംബത്തിൽ അംഗമാകാത്തവരുണ്ടെങ്കിൽ കൂടെ കൂടാൻ മറക്കരുത്. ഈ അറിവ്, ഈ ആശ്വാസം മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ വെളിച്ചം വീശുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത് പങ്കുവെച്ച് നൽകുക. കാരണം പങ്കുവെക്കുമ്പോൾ സന്തോഷം ഇരട്ടിയാകും. അമിത ചിന്തകളുടെ ഭാരമില്ലാത്ത, സ്വപ്നങ്ങളുടെ ചിറകിലേറി പറക്കുന്ന മനോഹരമായൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നന്ദി.